ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ബോണ്ടയാണ്. അത് ബേസൻ പൗഡറില്ലേ, നമ്മുടെ നാട്ടിലെ കടല പൗഡർ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്നറിയാം, ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു സ്നാക്സ് കിട്ടിയാൽ തിന്നാന്ന് വിചാരിക്കല്ലേ. നമ്മുടെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മിച്ചറോ ഒക്കെ നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരില്ലേ. അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് എണ്ണയും കുറച്ച് ബേസൻ പൗഡറും കുറച്ച് അരിപ്പൊടി പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ഓനിയൻ, കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് നിങ്ങൾ കാണിച്ചു തരാമേ, വരും. ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒനിയനാണ്. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കൊറിയാൻഡർ പൗഡർ, അത് ഞാൻ കുറച്ച് ഇടുവാണേ. അതിന് കുറച്ച് കറി ലീവ്സ് നോക്കുക, ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഇഞ്ചി നിങ്ങൾക്ക് വേണോർക്കിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സോഡ ഇടാം കേട്ടോ, ഒരു പിഞ്ച് ഓഫ് സോഡ. ഓക്കെ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ബേസൻ പൗഡർ നമുക്ക് എത്ര വേണോ, സ്പൂണൊന്നും അനുസരിക്കേണ്ട, കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടോ, കുറച്ചിട്ടാൽ മതി. കുറച്ച് ഒരു 3 സ്പൂൺ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റൈസ് ഫ്ലോർ 2 മതി. നമ്മൾ കൈ എടുത്ത് 3 എടുത്തില്ല, അത്രയും വേണ്ട, 2 കൈയുടെ സ്പൂൺ മതി. ഓക്കെ. ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ കൂടെ കുറച്ച് സ്വാൾട്ട് ഇടാൻ മറക്കല്ലേ കേട്ടോ. സ്വാൾട്ടൊക്കെ കുറച്ച് ഇടാവുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് ഇതിന് പിടിക്കും. കുറച്ച് സ്വാൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എന്തിനാണെന്നറിയോ അരി പൗഡർ ഇടുന്നത്, റൈസ് പൗഡർ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ക്രിപ്സിനെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. നമുക്ക് നോക്കുന്നുണ്ടോ. നമ്മളിങ്ങനെ ഉരുട്ടുന്ന പരുവത്തിലായിട്ട് വരണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം മതി. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഇപ്പം നോക്കി നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികമായിട്ട് വലുതായിട്ട് പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണ്ട കേട്ടോ, കുറച്ച് ചെറുത് മതി. കാരണം എണ്ണയൊക്കെ എടുക്കുമ്പോഴേ അത് വലുതാവും. നോക്കി ഈ പരുവത്തിൽ നോക്കി, ഇത് കണ്ടോ, ഇത്രയും പരുവം മതി കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ. ഇത്രയും പരുവം മതി. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാവേ. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ, എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ബോണ്ട ഇടാം കേട്ടോ. ആദ്യമേ കുറച്ച് നല്ലപോലെ സിമ്മ് കൂട്ടി വെക്കണം. ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് സിമ്മ് കുറയ്ക്കണം കേട്ടോ. 1-2 ഞാനിങ്ങനെ ബൗളാക്കി വെച്ചിട്ടുണ്ട്, ഇത് കണ്ടോ, അതുപോലെ. ഇപ്പം നമുക്ക് സിമ്മ് കുറയ്ക്കാം. ഇങ്ങനെ വെച്ച് മറിച്ച് വിടണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇങ്ങനെ വെന്ത് കരിഞ്ഞു പോകും. നമുക്കിപ്പോൾ ഈവനിങ് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഒന്ന് സ്നാക്സ് എങ്കിലും അവരിൽ നിന്ന് കരയില്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പ പരിപാടിയല്ല ഇതൊക്കെ. ഞങ്ങളിവിടെയൊക്കെ എന്താണെന്നറിയാം, ഇതൊക്കെ പെട്ടെന്ന് നമ്മളിപ്പം ചോറ് ആരെങ്കിലും എമർജൻസി ആയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം ഒരു സാമ്പാറും തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളിത് ഉണ്ടാക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കൊടുക്കും. ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അപ്പം നിങ്ങൾക്കറിയാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് പോരെ. കുറച്ച് ചൂടായിട്ട് വരട്ടെ. ഈ ബേസൻ പൗഡർ വെച്ചിട്ട് വെറൈറ്റി ബജികൾ ഉണ്ടാക്കാം നമുക്ക്. നമ്മുടെ നാട്ടിലൊക്കെ നോക്കി ഇപ്പം ഇവിടെയൊക്കെ എല്ലാവരും നമുക്ക് ഈവനിങ്ങിൽ നമ്മളിപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും കഴിക്കുന്നതൊക്കെയാണ് ഈവനിങ്ങിൽ പാനിപ്പൂരി, മസാലപ്പൂരി, ഗോബി മഞ്ചൂരി, നൂഡിൽസ്, പിന്നെ ഇത്ര ഡിഫറൻസ് ബജികൾ, ക്യാപ്സിക്കം, ഒത്തിരി ബജികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ടേ.
ഞാൻ പിന്നെ സംസാരിക്കുന്നതിന് എന്തെങ്കിലും കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വേറെ ലാംഗ്വേജ് വരും. അതുകൊണ്ടാണ് ഇച്ചിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്, എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നതെന്ന്. അവിടെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ പയ്യെ അത് ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. ഇത് കണ്ടോ, ഇപ്പം നല്ല കളറൊക്കെ ചേഞ്ച് വന്നിട്ടില്ലേ? നോക്കി, നല്ല ചേഞ്ച് ആയില്ലേ കളറ്? ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഓൾറെഡി എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബേക്കറി പലഹാരങ്ങളൊക്കെ എന്തിനാ ഈവനിങ് അത്രയ്ക്കും പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത്? ഇതൊക്കെ ഇച്ചിരി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു വശം വന്നിട്ട് തിരിച്ചിടാം കേട്ടോ. നമ്മുടെ കുക്കുമ്മ അല്ലേ? കുക്കുസാ, കുക്കുമ്മ. എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടേ, അവളെയാണ് ഞാൻ വിളിക്കുന്നത്. അവളെ കാണുന്നില്ല. എൻ്റെ പുറകെ ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടാവും അവളും ഞാനും. അവളില്ലാത്ത പരിപാടി എനിക്കില്ല, ഞാനില്ലാത്ത പരിപാടി അവൾക്കില്ല. ആയി വരുന്നുണ്ട്. കുറച്ച് സിമ്മ ഞാൻ കൂട്ടി വെക്കുവാണേ. അവിടെയൊക്കെ നിങ്ങൾക്ക് മഴയാണോന്നേ? ഇവിടെ അധികം മഴയൊന്നുമില്ല. ഇവിടെ 2-3 ദിവസം മഴ പെയ്തിട്ട്. പെയ്ത് കഴിഞ്ഞവർ ഭയങ്കര പെയ്യില്ല മഴ. പിന്നെ 2-3 ദിവസത്തേക്ക് പിന്നെ മഴയില്ല. വെന്തിട്ടില്ല, ഞാൻ സിമ്മ് കുറച്ച് വെച്ചുകൊണ്ടാണ്. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കധികം വീഡിയോ എടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റുള്ള വീഡിയോസൊക്കെ അല്ലേ. പിന്നെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഞാനത് ശരിയാക്കും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നോക്കി, കളറൊക്കെ ചേഞ്ച് ആയി. നല്ല റെഡ് കളർ, മെറൂൺ, നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ബജ്ജിയുടെ ഞാൻ ആക്കാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നോക്കി എന്ത് സോഫ്റ്റാണ്. നോക്കിയേ, കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിലെ കൊറിയൻഡർ ലീവ്സിന് പകരം കൊറിയൻഡർ പൗഡർ എന്ന് ഞാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം. ബൈ. ഗുഡ് നൈറ്റ്.